യുഎസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. പിന്നാലെ പശ്ചിമേഷ്യയിൽ ആക്രമണവും ഘടിപ്പിച്ചിട്ടുണ്ട്. അബുദാബിയിൽ മിസൈൽ വർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടത്തി. 6 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. ടെലവൈവിലും ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിനെയും ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് തങ്ങളുടെ അപേക്ഷയെ മാനിച്ചാണ് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അജയ് സുതാപിച്ച് വിവരമായി ചേരുന്നുണ്ട്. അജയ്, ഈ ഉപാധികൾ വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതിനിടയിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരമൊക്കെ വരുന്നു. ഈ പാകിസ്ഥാന്റെ ഇടപെടൽ ഏത് തരത്തിലായിരുന്നു? എന്താണ് അവകാശവാദങ്ങൾ? എൽദോ, നിലവിൽ പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അത് ഇറാൻ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഇറാന്റേതായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള 5 ഉപാധികൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെ പശ്ചിമേഷ്യയിലൊട്ടാകെ അവർ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം നടന്നത് UAE-ക്ക് നേരെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മിസൈൽ വർഷം അവർക്കെതിരെ ഉണ്ടായിരുന്നു. ഇന്ന് ആ മിസൈൽ അവശിഷ്ടങ്ങൾ ാണ് നിലവിൽ 2 പേർ കൊല്ലപ്പെട്ടത്. 3 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഈ മേഖലയിൽ ഒട്ടാകെ ഇപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ UAE-ൽ മാത്രം മരണസംഖ്യ 11 എന്നാണ് വിവരമുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്കും സൗദി അറേബ്യയിലേക്കടക്കം മിസൈൽ ആക്രമണം നിലവിൽ രൂക്ഷമാണ്. അതുപോലെ മധ്യ ഇസ്രായേലിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. മധ്യ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. ടെല്ലവീവ്, അതുപോലെ ജെറുസലേം തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. അതേസമയം ഇപ്പോൾ ഈ ഇറാന്റെ നിലവിലുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് US-ന്റെ ഈ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്നതാണ്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല. അമേരിക്ക ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി ചില നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയായിരുന്നു, അല്ലാതെ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല. ഈയൊരു നിർദ്ദേശങ്ങൾക്ക് ഇറാൻ തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികളും അതുപോലെ തന്നെ മറ്റ് ചില നിർദ്ദേശങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. നിലവിൽ നേരിട്ടുള്ള ചർച്ചകളും അല്ലാതെ ടെലിഫോൺ വഴിയുള്ള ഡിസ്കഷൻസ് ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നും അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കുന്നു. അതുപോലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 5 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം, ഇറാനുള്ള പരമാധികാരം അംഗീകരിക്കുക എന്നതാണ്. ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന്. അതുപോലെ ഇതുവരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും ഇറാന് നൽകണം. അതുപോലെ ഇനി ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പ്, ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ഒരു സംവിധാനം രൂപീകരിക്കണം തുടങ്ങിയ ഈ മേൽപ്പറഞ്ഞ ഈ 5 ഉപാധികളാണ് ഇറാൻ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ഇറാനുമായി ചർച്ചകൾ തുടരുന്നു എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാനിയൻ നേതാക്കൾ ഭയം കാരണമാണ് ഇത് പരസ്യമായി സമ്മതിക്കാത്തത്. ഇത്തരത്തിൽ അത് സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജനങ്ങളിൽ നിന്ന് ജനരോക്ഷത്താൽ ചിലപ്പോൾ കൊല്ലപ്പെടേണ്ടി വന്നേക്കാം എന്നതാണ് ട്രംപിന്റെ ഒരു അവകാശവാദം. അതേസമയം പാകിസ്ഥാൻ ഇപ്പോഴൊരു പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത് ഈ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗ്ചിയും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും. ഇവരെ 2 പേരെയും അവർ കൊലപ്പെടുത്താനിരുന്നതായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയോട് ഇവരെ കൊലപ്പെടുത്തരുത്, ഇവരെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഈയൊരു ആവശ്യം അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതാണ്. അങ്ങനെയാണ് അവർ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളെയും ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് നിലവിൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അവകാശവാദത്തെ ഇറാൻ നിർദാക്ഷിണ്യം തള്ളിയിരുന്നു. അതായത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നതായിട്ടും പാകിസ്ഥാൻ ഇതിൽ മധ്യസ്ഥത വഹിക്കുമെന്നെല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ നിലവിൽ ഇത്തരം ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ഇറാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നാൽ അമേരിക്ക ഇക്കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമം നടത്തുന്നതായിട്ട് അമേരിക്ക
അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. എന്തായാലും ഇപ്പോൾ പുതിയൊരു കാര്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ തള്ളുമോ അല്ലെങ്കിൽ ഇത് അവർ അംഗീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. റൈറ്റ്, അജയ് സുധാ ബിജു ആണ് നൽകിയത്.